ഹായോ ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇലക്ട്രിക്കൽ മേഖലയിലെ ഉദ്യോഗാർത്ഥികൾക്ക് ജില്ലാ അടിസ്ഥാനത്തിൽ വന്നിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷന്റെ വിശദ വിവരങ്ങളുമായിട്ടാണ്. ഈ ഒരു നോട്ടിഫിക്കേഷന്റെ പ്രത്യേകത ഇലക്ട്രീഷ്യൻ എന്ന് പറയുന്ന ഒരു തസ്തികയാണ്. ഇലക്ട്രിക്കൽ മേഖലയിലുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഇതിന്റെ ഡിപ്പാർട്ട്മെന്റ് വരുന്നത് ആനിമൽ ഹസ്ബൻഡറി ആണ്. അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷന്റെ വിശദ വിവരങ്ങളിലേക്ക് പോകാം. ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം ഈ ഒരു പോസ്റ്റിലേക്ക് കേരള PSC അപേക്ഷിക്കാനുള്ള അവസാന തീയതി എന്ന് പറഞ്ഞാൽ 4/2/2026 ആണ്. അപ്പോൾ ഇതിന്റെ കാറ്റഗറി നമ്പർ വരുന്നത് 634/2025 എന്ന നമ്പറിലാണ്. ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. ഇലക്ട്രീഷ്യൻ എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ്. ഇതിന്റെ സാലറി സ്കെയിൽ എന്ന് പറയുന്നത് 25,100 തുടങ്ങി 57,900 അവസാനിക്കുന്ന അത്യാവശ്യം നല്ല സാലറി സ്കെയിൽ തന്നെയാണ്. ഇത് വരുന്ന ജില്ല എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയാണ്. കോഡ് 01 ആണ്. രണ്ടാമതായിട്ട് വരുന്നത് കണ്ണൂർ ജില്ലയിലേക്കാണ്. ഇത് ആന്റിസിപ്പേറ്ററി വേക്കൻസിയാണ്. അതായത് കോഴിക്കോട് ഒരു വേക്കൻസിയും കണ്ണൂർ ആന്റിസിപ്പേറ്റഡ് വേക്കൻസിയുമാണ്. അങ്ങനെ രണ്ട് ജില്ലകളിലേക്കാണ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ജില്ലയിൽ മാത്രമേ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ ഒക്കുകയുള്ളൂ. അത് ഏത് വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇനിയും ഇതിന്റെ റിക്രൂട്ട്മെന്റ് ക്യാരക്ടർ ഡയറക്റ്റ് ആണ്. ഇതിന്റെ പ്രായപരിധി സാധാരണ PSC പോസ്റ്റുകളിലുള്ളതുപോലെ തന്നെ 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയും OBC SC വിഭാഗങ്ങൾക്ക് നിയമാനുസൃതമായുള്ള പ്രായ ഇളവ് ലഭിക്കുന്നതാണ്. OBCക്ക് 3 വർഷം, STക്കും 5 വർഷവും വീതമാണ് പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നത്. കൂടാതെ എക്സ് സർവീസ്മാൻ മുതലായവർക്ക് അതിന് ആനുപാതികമായിട്ടുള്ള ഇളവ് ലഭിക്കുന്നതാണ്. ഇനി ഇതിന്റെ ക്വാളിഫിക്കേഷൻ നോക്കാം. ഇതിനകത്ത് പ്രധാനമായിട്ടും വേണ്ട യോഗ്യത എന്ന് പറയുന്നത് 7ാം ക്ലാസ് പാസ്സായിരിക്കണം എന്നുള്ളതാണ്. അതിനുശേഷം നിങ്ങൾക്കുള്ള ഹയർ യോഗ്യതയൊക്കെ ഇവിടെ പരിഗണിക്കും. മിനിമം നിങ്ങൾ 7ാം ക്ലാസ് പാസ്സായിരിക്കണം. രണ്ടാമതായിട്ട് നിങ്ങൾക്ക് വേണ്ട യോഗ്യത നിങ്ങൾ NDC അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വൊക്കേഷണൽ ട്രേഡിൽ നിങ്ങൾക്ക് യോഗ്യത ഉണ്ടായിരിക്കണം. അതായത് ഏതെങ്കിലും NCVT അല്ലെങ്കിൽ KGCT ITA യോഗ്യത നിങ്ങൾ കരസ്ഥമാക്കിയിരിക്കണം. മൂന്നാമത് നിങ്ങൾ തീർച്ചയായിട്ടും വയർമാൻ ലൈസൻസ് ഉള്ളവരായിരിക്കണം. ഈ 3 യോഗ്യതകളും ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റൂ. ഇവയിൽ ഏതെങ്കിലും ഒരു യോഗ്യത ഉണ്ടെങ്കിൽ അപേക്ഷിക്കാൻ പറ്റത്തില്ല. ഈ 3 യോഗ്യതയും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. വയർമാൻ ലൈസൻസ് നിങ്ങൾക്കുണ്ടായിരിക്കണം. അതായത് വയർമാൻ ലൈസൻസ് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നതുകൊണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ നിൽക്കരുത്. നിങ്ങൾക്ക് ലൈസൻസ് കിട്ടിയവരാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ. ഇനിയും ഇതിന് ഏതൊക്കെ പോസ്റ്റ് യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം, അതിലൊരു ഇക്വലൻസിയുടെ ഒരു സംശയം വരും. ആദ്യത്തെ 2 എണ്ണത്തിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടാവില്ല. അതിൽ രണ്ടാമതായിട്ട് വന്നിരിക്കുന്ന അതായത് ITAക്ക് തുല്യമായിട്ടുള്ള യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിലാദ്യമായിട്ട് NDC ഇലക്ട്രീഷ്യൻ തന്നെ നിങ്ങൾക്ക് നേടിയിരിക്കണം. അതിന് തതുല്യമായിട്ട് ITA അല്ലെങ്കിൽ ITC ഇലക്ട്രീഷ്യൻ ഉണ്ടായിരിക്കണം. KGC ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ പോളിടെക്നിക് ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. പോളിടെക്നിക് ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. BTech ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഉള്ളവർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. കേരളത്തിന് പുറത്തു നിന്നുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് നിങ്ങൾ പാസ്സായിരിക്കുന്നതെങ്കിൽ നിങ്ങൾ കേരളത്തിലെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ തതുല്യമായിട്ടുള്ള യോഗ്യത സർട്ടിഫിക്കറ്റ് വാങ്ങുകയും വേണം. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ യോഗ്യതയുള്ളവർക്കൊക്കെ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇനി ഇലക്ട്രിക്കൽ മേഖലയിലെ ഉദ്യോഗാർത്ഥികൾ പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. കേരള PSC അടുത്തായിട്ട് ധാരാളം ഓപ്പണിങ്ങുകൾ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അവ ഏതൊക്കെയാണെന്ന് ഒന്ന് ഒബ്സർവ് ചെയ്യാം. അതിന്റെ കൂട്ടത്തിൽ തയ്യാറെടുക്കുന്നവർക്ക് ഈ ഒരു എക്സാമിനേഷൻ ഒരു ആഡ് ഓൺ ബെനിഫിറ്റ് നൽകുന്നതാണ്. അത് പ്രധാനമായിട്ടും 464/2025 എന്ന നമ്പറിൽ വന്ന ഇലക്ട്രീഷ്യൻ എന്ന് പറയുന്ന പോസ്റ്റാണ്. അത് യൂണിവേഴ്സിറ്റീസ് ഇൻ കേരളയിലാണ്. ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതിയാണ്. ഇതിനോടകം അപേക്ഷിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ഇന്ന് തന്നെ അപേക്ഷിക്കുക. 31/12/2025 ഇതിന്റെ അവസാന തീയതി, അതായത് ഇന്നാണ്. അടുത്തതായിട്ട് 545/2025 എന്ന് പറയുന്ന കാറ്റഗറി നമ്പറിൽ വന്നിരിക്കുന്ന ട്രേഡിംഗ് ഇൻസ്പെക്ടർ ഇലക്ട്രീഷ്യൻ എന്ന് പറയുന്നതാണ്. ഇത് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. അടുത്തത് 556/2025 ഇലക്ട്രീഷ്യൻ എന്ന് പറയുന്ന കേരള വാട്ടർ അതോറിറ്റി ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നാണ്. ഈ 2 പോസ്റ്റിലേക്കുമുള്ള അപേക്ഷിക്കാനുള്ള അവസാന തീയതി 14/1/2026 ആണ്. അതായത് ഈ 3 പോസ്റ്റുകളാണ് ഒരു ഇലക്ട്രിക്കൽ മേഖലയിലുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അതായത് നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് ധാരാളമുണ്ട്. ഒരു പോസ്റ്റിലേക്ക് ഒരാൾക്ക് മാത്രമേ നിയമനം കിട്ടൂ എന്നൊരു കാര്യം നമുക്ക് ഓർക്കണം. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് തയ്യാറെടുപ്പുകളുമായിട്ട് മുമ്പോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ സർക്കാർ ജോലി 2026 സ്വന്തമാക്കാനുള്ള എല്ലാ അവസരങ്ങളുമാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. അതുകൊണ്ട് തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾ തയ്യാറെടുപ്പുകൾ തുടങ്ങുക. ഏണസ്റ്റ് അക്കാഡമിയിൽ ഈ 4 കോഴ്സുകളും അവൈലബിൾ ആണ്. ഈ 4 കോഴ്സുകളും നിങ്ങൾക്ക് കോംബോ ആയിട്ട് തന്നെ സെലക്ട് ചെയ്താൽ ആകർഷകമായ ഓഫറിൽ സ്വന്തമാക്കാവുന്നതാണ്. ഈ 4 കോഴ്സുകൾ ഒരുമിച്ച് സ്വന്തമാക്കുന്നതിന് താഴെയുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ 2026 നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സർക്കാർ ജോലി കിട്ടുന്ന ഒരു വർഷമായി മാറട്ടെ. അപ്പോൾ ഇലക്ട്രിക്കൽ മേഖലയ്ക്ക് സുവർണ്ണ അവസരമാണ് ഈ കുറി വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും സർക്കാർ ജോലി എന്ന സ്വപ്നം നേടിയെടുക്കാനുള്ള അവസരവുമായി കേരള PSC നിങ്ങളെ കാത്തിരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.